നമ്മൾ ആർട്ടിക്ക കൊറിയുടെ പ്രീവിയസ് വീഡിയോയിൽ എന്താണ് ആർട്ടിക്ക കൊറി യൂസ് ചെയ്തിട്ട് ഒരു API ഡാറ്റ എങ്ങനെയാണ് ഫെച്ച് ചെയ്യുന്നത് ഇത്രയും ഡീറ്റെയിൽസ് നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പൊ നിങ്ങൾ എന്റെ ആർട്ടിക്ക കൊറിയുടെ വീഡിയോ ഫസ്റ്റ് ടൈം ആണ് കാണുന്നതെങ്കിൽ ഇത് അതിന്റെ കണ്ടിന്യൂഷൻ വീഡിയോ ആണ്. ഓൾറെഡി ആർട്ടിക്ക കൊറി എന്താണെന്നും അതിന്റെ ഡാറ്റ ഫെച്ചിങ് നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഇത് കണ്ടിന്യൂഷൻ വീഡിയോ ആയതുകൊണ്ട് അത് കാണാതെ ഇത് കാണരുത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ആർട്ടിക്ക കൊറി യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഒരു API എൻ പോയിന്റിലേക്ക് ഡാറ്റ പോസ്റ്റ് ചെയ്യുന്നത്, അപ്ഡേറ്റ് ചെയ്യുന്നത്, അവിടുന്ന് ഡാറ്റ ഡിലീറ്റ് ചെയ്യുന്നത്, ഇത്രയും കാര്യങ്ങളാണ്. അപ്പൊ പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ യൂസ് ചെയ്ത സെയിം ഡമ്മി API ആണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ പ്രോഡക്ട്സ് ആയിരുന്നു ഇല്ലേ അതിനകത്ത് നിന്ന് ഫെച്ച് ചെയ്തത്. ഒരു പുതിയ പ്രൊഡക്റ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ ആഡ് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു എൻ പോയിന്റ് യൂസ് ചെയ്താൽ മതി. product/add എന്ന് കൊടുത്താൽ മതി. പിന്നെ അതിന്റെ അകത്ത് നമ്മൾ മെത്തേഡ് സ്പെസിഫൈ ചെയ്യണം, ഹെഡർ സ്പെസിഫൈ ചെയ്യണം, ബോഡി സ്പെസിഫൈ ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ ഇതുപോലെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സോ നമുക്കൊരു API എൻ പോയിന്റ് ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ആഡ് ന്യൂ പ്രോഡക്റ്റ് എന്നാണ് നെയിം കൊടുക്കുന്നത്. അഗൈൻ ബിൽഡർ ആണ്. ഇത് ഞാൻ നിങ്ങളോട് പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിൽഡർ ഒബ്ജക്റ്റ് രണ്ട് മെത്തേഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അപ്ഡേറ്റ് ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മ്യൂട്ടേഷൻ യൂസ് ചെയ്യണം. ഇനി ഫെച്ച് ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കൊറി യൂസ് ചെയ്യണം അല്ലേ. സോ നമ്മൾ പ്രൊഡക്റ്റ് ആഡ് ചെയ്യുന്നതായതുകൊണ്ട് മ്യൂട്ടേഷൻ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഫെച്ച് ചെയ്യാനാണല്ലോ കൊറി യൂസ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ അകത്ത് പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ കൊറി പാരാമീറ്ററിൽ നമ്മൾ ഫംഗ്ഷൻ സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. ഇതിന്റെ അകത്തേക്ക് നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡാറ്റ വരും. അത് നമ്മൾ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇന്റർഫേസ് ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് കാണിച്ചു തരാം. നമുക്ക് പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഡാറ്റ ഇത് അക്സെപ്റ്റ് ചെയ്യും. ഇതിനകത്ത് പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ ചെയ്ത പോലെ തന്നെ ആദ്യം URL ആണ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കേണ്ടത്. URL ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു product/add ബേസ് URL നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ടല്ലോ, അത് കൊടുക്കുക. പിന്നെ മെത്തേഡ് കൊടുക്കുക. ഡാറ്റ ആഡ് ചെയ്യാനായതുകൊണ്ട് പോസ്റ്റ് മെത്തേഡ് കൊടുക്കുന്നു. നെക്സ്റ്റ് ഹെഡർ കൊടുക്കുക. ഇതൊക്കെ നമ്മളിപ്പോ ഇവിടെ കണ്ട സെയിം കാര്യങ്ങൾ തന്നെ കൊടുത്താൽ മതി കേട്ടോ. കണ്ടന്റ് ടൈപ്പ് JSON ഫോർമാറ്റ് ആണ് നമ്മളും കൊടുക്കുന്നത്. ഫൈനലി നമ്മൾ ഡാറ്റ കൊടുക്കണം. അത് ബോഡി കീയിലാണ് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മൾ ഈ പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് വന്ന് റിസീവ് ചെയ്തിരിക്കുന്ന ഡാറ്റയാണ് പാസ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ്. മ്യൂട്ടേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഡാറ്റ ആഡ് ചെയ്യുന്നതും അപ്ഡേറ്റ് ചെയ്യുന്നതും. പിന്നെ ഇതിന്റെ അകത്ത് നമ്മൾ ആ API ബേസ് ചെയ്തിട്ടാണ് ഡാറ്റ കൊടുക്കുന്നത്. മാൻഡേറ്ററി ആയിട്ട് വേണ്ടത് URL-ഉം പിന്നെ ഡാറ്റയുമാണ്. പിന്നെ മെത്തേഡും ഹെഡറും. സോറി, നമ്മൾ കോളന് പകരം ഇവിടെ കോമയാണ് കൊടുത്തത് കണ്ടന്റ്. ഇത് നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇത് ഓട്ടോ ജനറേറ്റ് ചെയ്യും ഈ ഒരു ഹുക്ക്. അപ്പൊ നമ്മൾ ആ ഹുക്കും കൂടെ ഇമ്പോർട്ട് ചെയ്യണം. യൂസ് അത് ന്യൂ പ്രോഡക്റ്റ് മ്യൂട്ടേഷൻ ആയതുകൊണ്ട് മ്യൂട്ടേഷൻ ണ്ടല്ലേ, യൂസ് ആഡ് പ്രോഡക്റ്റ് മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹുക്ക് നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഓരോ എൻ പോയിന്റിനും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ ഹുക്ക് ജനറേറ്റ് ചെയ്യും. ആ സ്ട്രിംഗ് എന്ന് പറയുന്നത് യൂസ് കീവേഡ് പ്രിഫിക്സ്, അത് കഴിഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്ന എൻ പോയിന്റിന്റെ നെയിം, അത് കഴിഞ്ഞിട്ട് കൊറി ആണോ അതായത് ഫെച്ച് ആണോ അപ്ഡേഷൻ ആണോ ബേസ് ചെയ്തിട്ട് ആ ഒരു കൊറിയോ മ്യൂട്ടേഷനോ കൊടുക്കുക. ഇനി അഗെയിൻ ഞാൻ ഇത് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കോമ്പോണന്റ് ഫോൾഡറിന്റെ അണ്ടറിൽ ആഡ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് .jxs എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ റിയാക്ട് കോമ്പോണന്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. RIFC യൂസ് ചെയ്തിട്ട് ഈ കോമ്പോണന്റ് ഇമ്പോർട്ട് ചെയ്യുന്നു. ഇനി ഇതിന്റെ അകത്ത് ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഹുക്കിനെ ഇമ്പോർട്ട് ചെയ്യണം. ആഡ് പ്രോഡക്റ്റ് ഫ്രം .app/service/product. ഇനി നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ കണ്ട പോലെ തന്നെ ഈ ഒരു ഹുക്കിനെ കോൾ ചെയ്യണം. ഈക്വൽ ടു യൂസ് ആഡ് പ്രോഡക്റ്റ് കോൾ ചെയ്തു. ഇനി ഇത് റിട്ടേൺ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അരയായിരിക്കും. ആ അരയില് ഫസ്റ്റ് നമ്മളിവിടെ എന്താണോ ഫംഗ്ഷൻ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്, അതായത് API എൻ പോയിന്റ് എന്താണോ ആ ഫംഗ്ഷൻ ആയിരിക്കും വരിക. അതായത് നമുക്ക് ഡാറ്റ ഇതിലേക്ക് ഡാറ്റ പാസ് ചെയ്ത് കൊടുക്കണം അല്ലെ. ഇവിടേക്ക് ഡാറ്റ പാസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഫംഗ്ഷനെ കോൾ ചെയ്യണം. അപ്പൊ ആ ഡാറ്റ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫംഗ്ഷൻ ആയിരിക്കും ആദ്യം വരിക. പിന്നെ
ഒബ്ജക്റ്റ് ഡീസ്ട്രക്ചറിങ് ചെയ്യുക. അതായത് നമുക്ക് ആ ഡാറ്റ പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ റിസൾട്ട് കിട്ടുന്ന റിസൾട്ട്, അതുപോലെ തന്നെ ഈസ് എററും ഈസ് ലോഡിങ്, ഇത്രയും കാര്യങ്ങൾ വരും. ഇനി നമ്മൾ JXSന്റെ പോർഷനിൽ വരിക. ഡാറ്റ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഒരു ബട്ടൺ ആണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിന്റെ ഓൺ ക്ലിക്ക് ഇവന്റിൽ ഹാൻഡിൽ ആഡ് ഡാറ്റ എന്ന് പറഞ്ഞിട്ട് ഫംഗ്ഷൻ നെയിം കൊടുക്കുന്നു. അതുപോലെ തന്നെ ഡിസേബിൾ ചെയ്യും. എപ്പോഴാന്ന് വെച്ചാൽ ഈക്വൽ ടു ഈസ് ലോഡിങ്, ലോഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിന്നെയും ബട്ടൺ ക്ലിക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിനെ ഡിസേബിൾ ചെയ്യും. ബട്ടൺ ക്യാപ്ഷൻ ആയിട്ട് ആഡ് ന്യൂ പ്രോഡക്റ്റ് എന്നാണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഹാൻഡിൽ ആഡ് ഡാറ്റ ഫംഗ്ഷനെ ഇംപ്ലിമെന്റ് ചെയ്യണം. ഡാറ്റ പോസ്റ്റിംഗ് ആയതുകൊണ്ട് ഇതൊരു അസിൻക്രണസ് ഫംഗ്ഷൻ ആയിരിക്കും അല്ലെ. അസിൻ ആരോ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. കോൺസ്റ്റന്റിന്റെ സ്പെല്ലിംഗ്, ഇതിന്റെ അകത്ത് ഞാൻ ഒരു ട്രൈ ക്യാച്ച് ബ്ലോക്ക് ഇംപ്ലിമെന്റ് ചെയ്യുകയാണ്. എഗെയിൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡാറ്റ പോസ്റ്റിംഗ് ആയതുകൊണ്ട് ഇറർ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇറർ വൈൽ പോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് കൊടുക്കുന്നു. അതിന്റെ കൂടെ ആ എററിനെയും കൂടെ അപ്പൻഡ് ചെയ്ത് കൊടുക്കുക. ഇനി നെക്സ്റ്റ് നമ്മൾ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡാറ്റേനെ പ്രിപ്പയർ ചെയ്യണം. ഞാൻ ഇവിടെ ഒരു സ്റ്റാറ്റിക് ഡാറ്റയാണ് കൊടുക്കുന്നത്. അതായത് ഒരു പ്രോഡക്റ്റ് ഡീറ്റെയിൽ സ്റ്റാറ്റിക് ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇത് വേണമെങ്കിലും ഡൈനാമിക് ആയിട്ട് സെറ്റ് ചെയ്യാം കേട്ടോ. അതായത് ഒരു പ്രോഡക്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടെക്സ്റ്റ് ബോക്സും അതുപോലെ ഇമേജ് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇന്റർഫേസ് ഒക്കെ ഡിസൈൻ ചെയ്ത് ബട്ടൺ ക്ലിക്കിൽ ഇവിടെ ഡൈനാമിക് ആയിട്ട് യൂസർ എന്താണോ എൻ്റർ ചെയ്യുന്നത് അത് അപ്ഡേറ്റ് ചെയ്യുന്ന പോലെ ചെയ്യാം. ഞാൻ അത്രയും ചെയ്യുന്നില്ല. ഞാനിവിടെ ഒരു സ്റ്റാറ്റിക് വേരിയബിൾ പ്രോഡക്റ്റ് ഡാറ്റ ക്രിയേറ്റ് ചെയ്യുന്നു. ഈക്വൽ ടു ഒരു ഒബ്ജക്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിന്റെ അകത്ത് നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ആ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസിൽ കണ്ട ഡാറ്റ പോലെ പുതിയൊരു പ്രോഡക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കണം. അതായത് ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, കാറ്റഗറി ഡീറ്റെയിൽസ് ഒക്കെ ഇല്ലേ. അപ്പൊ നമുക്ക് പുതിയൊരു പ്രൊഡക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ടൈറ്റിലാണ് പ്രോപ്പർട്ടി ക്രിയേറ്റ് ചെയ്യുന്നത്. ടൈറ്റിലായിട്ട് ഞാൻ ലാപ്ടോപ്പ് എന്നാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഡിസ്ക്രിപ്ഷനും കൂടെ കൊടുക്കാം. ലെനോവോ ലാപ്ടോപ്പ് എന്ന് കൊടുക്കുന്നു ഡിസ്ക്രിപ്ഷൻ ആയിട്ട്. ഇനി നമ്മൾ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന ഈ ആഡ് പ്രോഡക്റ്റ് ഫംഗ്ഷനെ കോൾ ചെയ്തിട്ട് ഈ ഡാറ്റ പാസ് ചെയ്ത് കൊടുക്കുക. അവൈറ്റ് ആഡ് പ്രോഡക്റ്റ്, ഇതിനകത്ത് പ്രോഡക്റ്റ് ഡാറ്റ. ഇവിടെ വന്ന് നമ്മൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ആഡ് പ്രോഡക്റ്റ് ഫംഗ്ഷനെ ഇൻവോക്ക് ചെയ്യും. ഡാറ്റ ഈ ഒരു എൻഡ് പോയിന്റിലേക്ക് വരും, അതിനെ പോസ്റ്റ് ചെയ്യും. ഇനി ഡാറ്റ പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാനൊരു ഫസ്റ്റ് ഒരു H1 ടാഗ് ക്രിയേറ്റ് ചെയ്യുവാണ്. അതിൽ നമ്മൾ ഡീസ്ട്രക്ചറിങ് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന ഡാറ്റയിൽ ടൈറ്റിൽ നെയിം, എഗെയിൻ ഒരു പാരഗ്രാഫ് ടാഗ് ക്രിയേറ്റ് ചെയ്തിട്ട് എഗെയിൻ ഡാറ്റ എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ അകത്തുനിന്ന് ഡിസ്ക്രിപ്ഷനെയും കൂടെ എടുക്കുകയാണ്. ഇനി നമ്മൾ app.jxs വന്നിട്ട് ഈ ഓൾ പ്രൊഡക്റ്റിനെ ഒന്ന് കമന്റ് ചെയ്തിട്ട് ഇപ്പൊ നമ്മൾ ക്രിയേറ്റ് ചെയ്ത പുതിയ കോമ്പോണന്റ് ആഡ് ന്യൂ പ്രോഡക്റ്റിനെ ഇമ്പോർട്ട് ചെയ്യാം. ആഡ് പ്രോഡക്റ്റ് നമുക്ക് ഇന്റർഫേസിൽ പോയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ബട്ടൺ വന്നിട്ടുണ്ട്. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന എൻഡ് പോയിന്റിനെ കോൾ ചെയ്ത് ഡാറ്റ പോസ്റ്റ് ചെയ്യും. ഇനി അതിന്റെ റിസൾട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന ഹെഡിങ് ടാഗിലും അതുപോലെ തന്നെ പാരഗ്രാഫ് ടാഗിലും ആ ഒരു ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും വന്നിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് RTK query യൂസ് ചെയ്തിട്ട് ഡാറ്റ ആഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് എങ്ങനെയാണ് ഡാറ്റ അപ്ഡേറ്റ് ചെയ്തതെന്ന് നോക്കാം. സോ ഞാൻ അഗെയിൻ RTK queryന്റെ ആ ഒരു JS ഫയലിൽ വന്നിട്ട് പുതിയൊരു എൻഡ് പോയിന്റ് കൂടെ ക്രിയേറ്റ് ചെയ്യുവാണ്. അപ്ഡേറ്റ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ബിൽഡർ ഒബ്ജക്റ്റ് ത്രൂ മ്യൂട്ടേഷൻ ഫംഗ്ഷനെ തന്നെ കോൾ ചെയ്യണം. കാരണം നമുക്കിവിടെ ഡാറ്റ ഓൾട്രേഷൻ ആണല്ലോ ഉള്ളത്.
എഗെയിൻ നമ്മൾ ആ URL വന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡാറ്റ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള സെയിം ഇത് തന്നെ യൂസ് ചെയ്യുന്നത് /ഏത് പ്രോഡക്റ്റ് ID ബേസ് ചെയ്തിട്ടാണല്ലോ സാധാരണ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഏത് പ്രൊഡക്റ്റ് ID ഡാറ്റ ആണ് ഓൾട്ടർ ചെയ്യേണ്ടത് ആ പ്രൊഡക്റ്റ് ID കൂടെ പാസ് ചെയ്ത് കൊടുത്താൽ മതി എൻഡ് പോയിന്റിൽ. എഗെയിൻ ക്വറി സെറ്റ് ചെയ്ത് കൊടുക്കുക, ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ഇതില് രണ്ട് കാര്യങ്ങളായിരിക്കും ഇൻപുട്ട് ആയിട്ട് വരുന്നത്. ഒന്ന് നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ട ഐഡിയും, രണ്ട് അപ്ഡേറ്റ് ചെയ്യേണ്ട പ്രോഡക്റ്റ് ഡാറ്റയും. ഇപ്പൊ ഞാൻ പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് ആണ് അതിന്റെ വേരിയബിൾ നെയിം കൊടുക്കുന്നത്. ഇതിനകത്ത് നമ്മൾ ആഡിൽ കൊടുത്ത പോലെ തന്നെ ചെയ്യാം. ഫസ്റ്റ് നമ്മൾ URL കൊടുക്കണം, /products/ എന്താണോ ഇപ്പൊ നമുക്ക് ID വന്നിരിക്കുന്നത് ആ ID സെറ്റ് ചെയ്ത് കൊടുക്കണം. പിന്നെ മെത്തേഡ് കൊടുക്കുക, പുട്ട് മെത്തേഡ്, ഹെഡർ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഫൈനലി ബോഡി ആയിട്ട് നമ്മൾ ആ വന്നിരിക്കുന്ന അപ്ഡേറ്റ് പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വേരിയബിൾ നമ്മൾ ആഡ് ചെയ്ത പോലെ തന്നെയാണ്. സെയിം നമ്മൾ മെത്തേഡ്, ഹെഡർ, ബോഡി സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. URLന്റെ കൂടെ അപ്ഡേറ്റ് ചെയ്യേണ്ട ID പാസ് ചെയ്ത് കൊടുക്കുന്നു. അപ്ഡേറ്റ് ചെയ്യേണ്ട ഡാറ്റ ബോഡിയിൽ പാസ് ചെയ്യുന്നു. പിന്നെ മെത്തേഡ് പുട്ട് മെത്തേഡ് അപ്ഡേഷൻ ആയതുകൊണ്ട് പിന്നെ ഹെഡും കൊടുക്കുന്നു. ഇനി എഗെയിൻ നമുക്ക് ഇത് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്റർഫേസ് ക്രിയേറ്റ് ചെയ്യണം. സോ ഞാൻ കോമ്പോണൻസിന്റെ അണ്ടറിൽ പുതിയൊരു ഫയൽ കൂടെ ക്രിയേറ്റ് ചെയ്യുവാണ്. അപ്ഡേറ്റ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് .jxs ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു. RAFC കോഡ് സ്നിപ്പറ്റ് യൂസ് ചെയ്തിട്ട് പുതിയൊരു കോമ്പോണന്റ് ക്രിയേറ്റ് ചെയ്യുവാണ്. ഇനി ഇതിന്റെ അകത്ത് നമ്മൾ ഫസ്റ്റ് നമ്മൾ ഈ പ്രൊഡക്റ്റ് ഡാറ്റയിൽ ഈ ഒരു ഹുക്കിനെ ഇമ്പോർട്ട് ചെയ്തിട്ടില്ല അല്ലെ. യൂസ് അപ്ഡേറ്റ് പ്രോഡക്റ്റ് മ്യൂട്ടേഷൻ ഹുക്കിനെ ഇമ്പോർട്ട് ചെയ്യുന്നു. ഇനി ഈ ഹുക്കിനെ വന്നിട്ട് നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു പുതിയ കോമ്പോണന്റിലേക്ക് ഇമ്പോർട്ട് ചെയ്യണം. ഫ്രം /app/service/product data. ഇനി നമ്മൾ ആഡിൽ ചെയ്ത പോലെ തന്നെയാണ് ഇത് ഈ ഒരു മെത്തേഡ് റിട്ടേൺ ചെയ്യുന്നതും. ഫസ്റ്റ് ഇത് അരേ ആയിരിക്കും. അരയിൽ ആദ്യം ഉണ്ടാവുന്നത് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളോട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു എൻഡ് പോയിന്റ് ഫംഗ്ഷൻ ആയിരിക്കും. രണ്ടാമത് നമ്മൾ ആ അപ്ഡേറ്റ് ചെയ്തതിന്റെ റിസൾട്ട്, അതായത് ഒരു ഒബ്ജക്റ്റ് വരും, അതിനകത്ത് നിന്ന് ഡാറ്റയും എററും ലോഡിങ്ങും ഒക്കെ ഡീസ്ട്രക്ചറിങ് ചെയ്തെടുക്കുക. സോ അരേ ആയിരിക്കും ഫസ്റ്റ്. ഇതിനകത്ത് നമ്മൾ അപ്ഡേറ്റ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ് നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന മെത്തേഡ് തന്നെയാണ്. എന്നൊന്ന് കോപ്പി ചെയ്തിടുവാണ്. അത് കഴിഞ്ഞ് ഒബ്ജക്റ്റ് ഡീസ്ട്രക്ചറിങ് ചെയ്ത് ഡാറ്റ എടുക്കുന്നു. ഈസ് എറർ, അതുപോലെ തന്നെ ഈസ് ലോഡിങ് ഈക്വൽ ടു യൂസ് അപ്ഡേറ്റ് മ്യൂട്ടേഷൻ. ഞാൻ JXSൽ വന്നിട്ട് ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യുവാണ്. അപ്ഡേറ്റ് പ്രോഡക്റ്റ് എന്നാണ് ബട്ടൺ ക്യാപ്ഷൻ കൊടുക്കുന്നത്. ബട്ടന്റെ ഓൺ ക്ലിക്ക് ഇവന്റ് ഹാൻഡിൽ ചെയ്യുന്നു. ഹാൻഡിൽ അപ്ഡേറ്റ് പ്രോഡക്റ്റ് എന്നാണ് ഫംഗ്ഷൻ നെയിം കൊടുക്കുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഈ ഫംഗ്ഷനെ ഇംപ്ലിമെന്റ് ചെയ്യണം. അതുപോലെ തന്നെ ഡിസേബിൾഡ് പ്രോപ്പർട്ടി സെറ്റ് ചെയ്യണം. എപ്പോഴാണ് ഡിസേബിൾഡ് ചെയ്യേണ്ടത്? ഈസ് ലോഡിങ് ടൈമിൽ എഗെയിൻ അപ്ഡേഷൻ ക്ലിക്ക് വർക്ക് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ ഡിസേബിൾ ചെയ്തു. ഇനി ഈ ഒരു ഫംഗ്ഷനെ ഇംപ്ലിമെന്റ് ചെയ്യണം. എഗെയിൻ ഇതൊരു അസിൻക്രണസ് റിക്വസ്റ്റ് ആയതുകൊണ്ട് എന്തായിരിക്കും, അസിൻക്രണസ് ഫംഗ്ഷൻ ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അസിൻ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഇനി ഇതിന്റെ അകത്ത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ട ഡാറ്റയാണ് ഫസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ പ്രോഡക്റ്റ് 1 ഫസ്റ്റ് പ്രോഡക്റ്റിന്റെ ടൈറ്റിൽ ആണ് ഓൾട്ടർ ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ എഗെയിൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സ്റ്റാറ്റിക് ആയിട്ടൊരു ഡാറ്റയാണ് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്ഡേറ്റ് പ്രോഡക്റ്റ് ടൈറ്റിൽ നിന്നാണ് ആ ഒരു ഒബ്ജക്റ്റിന്റെ നെയിം സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ടൈറ്റിൽ കീ, എന്നിട്ട് ടൈറ്റിൽ കീയിൽ ലാപ്ടോപ്പ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. നെക്സ്റ്റ് നമ്മൾ അപ്ഡേറ്റ് പ്രോഡക്റ്റ് മെത്തേഡിനെ ഇൻവോക്ക് ചെയ്യുക. അവൈറ്റ് അപ്ഡേറ്റ് പ്രോഡക്റ്റ്. ഇതിൽ നമ്മളൊരു ഒബ്ജക്റ്റ് ആണ് പാസ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ഓൾറെഡി പ്രോഡക്റ്റ് ഡാറ്റയിൽ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അതായത് ക്വറിയിൽ ഐഡിയും വരും, അതുപോലെ അപ്ഡേറ്റ് പ്രോഡക്റ്റ് ഡീറ്റെയിൽസും വരും. അപ്പോൾ ഇവിടെ ID ഏതാണോ വരേണ്ടത് ആ ID സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഞാൻ ID കീയിൽ എനിക്ക് ഫസ്റ്റ് പ്രോഡക്റ്റിനെയാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്. പിന്നെ പ്രോഡക്റ്റ് ഡീറ്റെയിൽസിന്റെ അകത്ത് അപ്ഡേറ്റ് പ്രോഡക്റ്റ് ടൈറ്റിൽ നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒബ്ജക്റ്റും പാസ് ചെയ്യാം.
പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇതിന്റെ റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാരഗ്രാഫ് ടാഗ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിൽ ഡാറ്റ എക്സിസ്റ്റിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. എക്സിസ്റ്റിംഗ് ആണെങ്കിൽ അതിന്റെ ടൈറ്റിൽ എടുത്ത് ഡിസ്പ്ലേ ചെയ്യും. ഇനി app.jxsൽ വന്നിട്ട് ആഡ് പ്രോഡക്റ്റിനെ ഒന്ന് കമന്റ് ചെയ്തിട്ട് അപ്ഡേറ്റ് പ്രോഡക്റ്റിനെ ഒന്ന് ഇമ്പോർട്ട് ചെയ്യുക ഫ്രം .component/update product. അപ്ഡേറ്റ് പ്രോഡക്റ്റിനെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അഗൈൻ നമുക്ക് ഇന്റർഫേസിൽ വന്നിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോറി, നമ്മൾ ബ്രേസ് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അത് ടെക്സ്റ്റ് ആയിട്ടാണ് എടുത്തത്. റിഫ്രഷ് ചെയ്യുക, അപ്ഡേറ്റ് പ്രോഡക്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇത് അപ്ഡേറ്റ് ആയിട്ടുണ്ട്, റിസൾട്ട് വന്നു. സോ അപ്പൊ ഇങ്ങനെയാണ് ആർട്ടിക്ക ക്വറി യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരു API എൻഡ് പോയിന്റ് ഡാറ്റ അപ്ഡേറ്റ് ചെയ്യുന്നത്. ഒന്നുമില്ല, ഫസ്റ്റ് നമ്മൾ API എൻഡ് ക്രിയേറ്റ് ചെയ്യുന്നു, മ്യൂട്ടേഷൻ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു, അപ്ഡേറ്റ് ചെയ്യേണ്ട ആ ഒരു URL സെറ്റ്, ഒരു ക്വറി അപ്ഡേറ്റ് ചെയ്യേണ്ട ക്വറി ഫംഗ്ഷൻ സെറ്റ് ചെയ്യുന്നു, ഐഡിയും അപ്ഡേറ്റ് ചെയ്യേണ്ട ഒരു ഒബ്ജക്റ്റും ആയിരിക്കും ഇവിടെ വരുന്നത്, URL, മെത്തേഡ്, ബോഡി, അതായത് ഡാറ്റ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു, അതിനൊരു ഇന്റർഫേസ് ക്രിയേറ്റ് ചെയ്യുന്നു. ബട്ടൺ ക്ലിക്കിൽ ഈ ഒരു പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് ഫംഗ്ഷനെ കോൾ ചെയ്ത് ഡാറ്റ ഓൾട്ടർ ചെയ്തോളും. ഫൈനലി നമുക്ക് ആർട്ടിക്ക ക്വറി യൂസ് ചെയ്തിട്ട് ഒരു എൻഡ് പോയിന്റിൽ നിന്ന് ഡാറ്റ എങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യുന്നത് നോക്കാം. എഗെയിൻ നമുക്ക് ഇന്റർഫേസിൽ വന്നിട്ട് നമുക്ക് ഈ ഇന്റർഫേസിൽ വരാം. നമ്മളിപ്പോ ചെയ്ത സെയിം എൻഡ് പോയിന്റ് തന്നെ product/updateൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ID പാസ് ചെയ്ത് കൊടുത്ത പോലെ തന്നെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ID പാസ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഞാൻ ഈ ഫയൽ ഒന്ന് ക്ലോസ് ചെയ്യുകയാണ്. പ്രോഡക്റ്റ് ഡാറ്റയിൽ വരുന്നു, പുതിയൊരു എൻഡ് പോയിന്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഡിലീറ്റ് പ്രോഡക്റ്റ് എന്നാണ് എൻഡ് പോയിന്റ് നെയിം സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അഗെയിൻ ബിൽഡർ ഒബ്ജക്ട് ഡോട്ട് മ്യൂട്ടേഷൻ ഫംഗ്ഷൻ തന്നെയാണ് കോൾ ചെയ്യുന്നത്, കാരണം നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ പോകുന്ന ഡാറ്റ ഓൾട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണല്ലോ. ക്വറി ഫംഗ്ഷൻ സെറ്റ് ചെയ്യുന്നു. ഇവിടെ ക്വറി ഫംഗ്ഷന്റെ അകത്ത് നമുക്ക് ID മാത്രം മതി ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ID വരുന്നു, ആരോ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഇതിന്റെ അകത്ത് നമ്മളിപ്പോ ചെയ്ത പോലെ തന്നെ URL സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. /product/ ഏതാണോ ഇപ്പൊ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ID, ആ ID സെറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ മെത്തേഡും സെറ്റ് ചെയ്യുക. മെത്തേഡ് HTTP മെത്തേഡ് ഡിലീറ്റ് ആണ് കൊടുക്കുന്നത്, ഇവിടെയുള്ള പോലെ തന്നെ. ഇനി നമുക്ക് ഈ ഹുക്കിനെയും കൂടെ ഒന്ന് കോൾ ചെയ്യാം. ഡിലീറ്റ് പ്രോഡക്റ്റ് മ്യൂട്ടേഷൻ ഹുക്കിനെയും കൂടെ കോൾ ചെയ്തു. ഇനി നമുക്ക് കോമ്പോണന്റ് ഫോൾഡറിന്റെ അണ്ടറിൽ വന്നിട്ട് ഡിലീറ്റ് പ്രോഡക്റ്റ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിലീറ്റ് പ്രോഡക്റ്റ് ഡോട്ട് JXS പുതിയൊരു കോമ്പോണന്റ് ക്രിയേറ്റ് ചെയ്യാം. RIFC കോമ്പോണന്റ് യൂസ് ചെയ്തിട്ട് ആ പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് ആ ഒരു ഹുക്കിനെ ഇമ്പോർട്ട് ചെയ്യാം. apps/service/product ഡാറ്റയിൽ നിന്ന് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഡിലീറ്റ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഹുക്കിനെ ഇമ്പോർട്ട് ചെയ്തു. നമ്മൾ ആഡിലും അപ്ഡേറ്റിലും ഒക്കെ ചെയ്ത പോലെ തന്നെ ഈ ഒരു അപ്ഡേഷൻ ഹുക്കിനെ കോൾ ചെയ്യണം. കോൾ ചെയ്യുമ്പോൾ ഇത് റിട്ടേൺ ചെയ്യുന്നതും അപ്ഡേറ്റും ആഡും ചെയ്ത പോലെ തന്നെ ഒരു അറേ ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. അതിന്റെ ഫസ്റ്റ് പാരാമീറ്റർ എന്തായിരിക്കും? നമ്മുടെ ഈ ഒരു ഫംഗ്ഷൻ ആയിരിക്കും. എൻഡ് പോയിന്റ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫംഗ്ഷൻ ആയിരിക്കും. പിന്നെ ഡാറ്റ വരും, ഈസ് എറർ വരും, ഈസ് ലോഡിങ് വരും. നിങ്ങൾ ഈ ഈസ് എററും ഈസ് ലോഡിങ് ഒക്കെ ചെക്ക് ചെയ്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡിവിഷൻ ഒക്കെ സെറ്റ് ചെയ്യണം കേട്ടോ. അത് ഞാൻ ഓൾറെഡി ഫെച്ചിൽ ചെയ്തുകൊണ്ടാണ് കോഡ് റിപ്പീറ്റ് ചെയ്യാത്തത്. നമ്മൾ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചാട്ടോ ചെയ്യാത്തത്. ഇനി നമ്മൾ ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യണം. ഡിലീറ്റ് പ്രോഡക്റ്റ് എന്നാണ് ബട്ടൺ നെയിം കൊടുക്കുന്നത്. ഇനി അതിന്റെ ഓൺ ക്ലിക്ക് ഇവന്റ് ഹാൻഡിൽ പ്രോഡക്റ്റ് ഡിലീറ്റ് എന്നാണ് ആ ഒരു ഫംഗ്ഷൻ നെയിം കൊടുക്കുന്നത്. ബട്ടൺ ഡിസേബിൾ ചെയ്യുന്നു ഈക്വൽ ടു ഈസ് ലോഡിംഗ് ആണെങ്കിൽ. ഇനി ഈ ഒരു ഫംഗ്ഷനെ ഇംപ്ലിമെന്റ് ചെയ്യുവാണ്. എഗെയിൻ അസിൻക്രണസ് കോൾ ആയതുകൊണ്ട് തന്നെ അസിൻക്രണസ് ഫംഗ്ഷൻ ആണ്, ആരോ ഫംഗ്ഷൻ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഡിലീറ്റ് ചെയ്യേണ്ട ആ ഒരു ഡിലീറ്റ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡിനെ കോൾ ചെയ്തിട്ട് ഏത് ID ആണോ ഡിലീറ്റ് ചെയ്യേണ്ടത് ആ ID പാസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിന്റെ അകത്തൊരു ട്രൈ ക്യാച്ച് ബ്ലോക്ക് ഇംപ്ലിമെന്റ് ചെയ്യുക. അസിൻക്രണസ് കോൾ ആയതുകൊണ്ട്
എറർ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ എറർ വൈൽ ഡിലീറ്റ് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജും അതിന്റെ എറർ ഒബ്ജക്റ്റിനെയും കൂടെ അപ്പൻഡ് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഫൈനലി നമ്മൾ ഈ ഒരു ഡിലീറ്റ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷനെ കോൾ ചെയ്യണം. കോൾ ചെയ്യുമ്പോൾ ഏത് പ്രോഡക്റ്റ് ആണോ ഡിലീറ്റ് ചെയ്യേണ്ടത് ID ഞാനിവിടെ പാസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് ഇത് ഡൈനാമിക് ആയിട്ട് സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. ഞാൻ ജസ്റ്റ് പ്രോഡക്റ്റ് ID സ്റ്റാറ്റിക് ആയിട്ട് എനിക്ക് ഫസ്റ്റ് പ്രോഡക്റ്റിനാണ് ഡിലീറ്റ് ചെയ്യേണ്ടത്. സോ ID പാസ് ചെയ്ത് കൊടുത്തു. ഫൈനലി നമുക്ക് ഈ ഡിലീറ്റ് സക്സസ്ഫുൾ ആണോ, ഡിലീറ്റ് ചെയ്തിരിക്കുന്ന ഡാറ്റ ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു H1 ടാഗ് ക്രിയേറ്റ് ചെയ്യാം. അതിൻ്റെ അകത്ത് ഡാറ്റ എക്സിസ്റ്റിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ടൈറ്റിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് ടൈറ്റിൽ ഉണ്ടെങ്കിൽ ഡാറ്റ ഡോട്ട് ടൈറ്റിൽ ഈസ് ഡിലീറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി സപ്പോസ് ഡിലീറ്റ് ആയിട്ടില്ലെങ്കിൽ ഒരു എൻട്രി സ്ട്രിങ്ങും പാസ് ചെയ്യും. അപ്പൊ നമ്മൾ ഇത്രയും ചെയ്തിട്ടുള്ളൂ. ആദ്യം ഒരു എൻ പോയിന്റ് ക്രിയേറ്റ് ചെയ്തു പ്രൊഡക്റ്റ് ഡാറ്റ എന്ന് പറഞ്ഞ് ഇതൊരു അഗെയിൻ ഒരു ഡാറ്റേനെ ഓൾട്ടർ ചെയ്യുന്നതുകൊണ്ട് മ്യൂട്ടേഷൻ ഫംഗ്ഷനെ കോൾ ചെയ്തു, ക്വറി ഫംഗ്ഷനെ ഇംപ്ലിമെന്റ് ചെയ്തു, URL-ഉം മെത്തേഡും പാസ് ചെയ്ത് കൊടുത്തു. ആ ഹുക്കിനെ യൂസ് ചെയ്തിട്ട് പുതിയൊരു കോമ്പോണന്റ് ക്രിയേറ്റ് ചെയ്തു. ആ ഒരു ഹുക്കിനെ ഇവിടെ ഇമ്പോർട്ട് ചെയ്തു. ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്തു. ആ ബട്ടന്റെ ക്ലിക്ക് ഇവന്റിൽ ഒരു ഫംഗ്ഷൻ ചെയ്തിട്ടുണ്ട്, ഹാൻഡിൽ പ്രൊഡക്റ്റ് ഡീറ്റെയിൽ. ആ ഫംഗ്ഷനെ ഇംപ്ലിമെന്റ് ചെയ്തു. ഫംഗ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ സ്റ്റാറ്റിക് ആയിട്ട് ഒരു ഡിലീറ്റ് ചെയ്യേണ്ട ID പാസ് ചെയ്യും. ആ ID ഡിലീറ്റ് ചെയ്തിട്ട് അതിന്റെ എറർ മെസ്സേജ്, അതിന്റെ ആ ഒരു റിട്ടേൺ ഡാറ്റയിൽ വരും. അത് നമ്മൾ ഇന്റർഫേസിൽ ഡിസ്പ്ലേ ചെയ്തു. എഗെയിൻ app.jxs വന്നിട്ട് അപ്ഡേറ്റ് പ്രോഡക്റ്റിനെ ഒന്ന് കമന്റ് ചെയ്തിട്ട് ഈ ഡിലീറ്റ് പ്രൊഡക്റ്റിനെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇമ്പോർട്ട് delete product ./component /delete product. ഇനി ഡിലീറ്റ് പ്രൊഡക്റ്റിനെ കോൾ ചെയ്യുന്നു. ഇന്റർഫേസിൽ വന്ന് റിഫ്രഷ് ചെയ്യുക. നമ്മുടെ ഡിലീറ്റ് പ്രോഡക്റ്റ് ബട്ടൺ വന്നിട്ടുണ്ട്. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു API റിക്വസ്റ്റ് പോയിട്ട് ആ ഒരു ഫസ്റ്റ് പ്രോഡക്റ്റിൽ എൻഹാൻസ് മസ്കാര ലാഷ് പാരഡൈസ് അതായത് ആ ID ടൈറ്റിൽ ആണല്ലോ എടുത്തിരിക്കുന്നത്, ഈസ് ഡിലീറ്റഡ് സക്സസ്ഫുള്ളി മെസ്സേജ് വന്നിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് RTK query. നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞ പോലെ റിഡക്സ് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് മാനേജ്മെന്റ് ലൈബ്രറി ആണ്. അതിൽ ഡാറ്റ ഫെച്ചിങ്ങും ക്യാഷിങ്ങും ഒക്കെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനകത്ത് ബിൽറ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടൂളാണ് RTK query. അതിന്റെ ഡാറ്റ ഫെച്ച്, അപ്ഡേറ്റ്, ഡിലീറ്റ് എല്ലാ മെക്കാനിസം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്, ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിരുന്നു സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്